ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദേട്ടൻ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ഗംഗയെ വിവാഹം കഴിക്കാൻ വന്ന ചെറുപ്പക്കാരനും വീട്ടുകാരും വന്ന് റീത്ത് വെക്കുകയും ഒക്കെ ചെയ്തു. ജയപാലനാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമൊക്കെ ഉള്ള ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അരവിന്ദേട്ടൻ്റെ ബോഡി ആംബുലൻസിലേക്ക് കയറ്റിയപ്പോഴത്തേക്കും നിലവിട്ട് എല്ലാവരും വാവിട്ട് കരയുക. അതിനുശേഷം അദ്ദേഹത്തിനെ ദഹിപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് എല്ലാവരും പോവുകയും ചെയ്തു. ബോഡി അവിടെ കൊണ്ടുവന്നു ആ ഒരു കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ അമ്മയും അതുപോലെ ശാരദയും അവരെല്ലാവരും ആകെ തകർന്ന് തരിപ്പണമായിട്ട് അങ്ങനെ ഇരിക്കുക, ആർക്കും സഹിക്കാൻ പോലും പറ്റാതെ. ഈ സമയത്ത് അവിടെ കൊള്ളി വയ്ക്കുന്നതിൻ്റേതായ കാര്യങ്ങളും അതുപോലെ ചിത കൂട്ടുന്നതിൻ്റേതായ കാര്യങ്ങളെല്ലാം വിനോദെല്ലാം വളരെ നന്നായി തന്നെ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്ന് വെച്ചു കേട്ടോ, ചിതയിലേക്ക് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇത് ആര് കൊള്ളി വയ്ക്കും? അദ്ദേഹത്തിനുള്ളതെല്ലാം പെൺകുട്ടികളാണല്ലോ. അപ്പോൾ പിന്നെ കൊള്ളി വയ്ക്കാൻ ഒരു ആൺകുട്ടി ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവിടെയാണെങ്കിൽ വിനോദമുണ്ട്, അതുപോലെ അവരെല്ലാം നിൽപ്പുണ്ട്. ഇപ്പോൾ ജയപാലനാണെങ്കിൽ ജയപാലൻ്റെ മകനോട് പറയാനായിട്ടുള്ള ഒരിതിങ്ങനെ കാണിക്കുക. പക്ഷേ കാവേരിയോ ഗംഗ ഇവരാരും സമ്മതിച്ചില്ല. പൂജാരി ചോദിച്ചു, ആരാണ് കൊള്ളി വെക്കുന്നതെന്ന് വീണ്ടും ചോദിച്ചു. അപ്പം ഞങ്ങളുണ്ട് എന്ന് 3 മക്കളും കൂടി നിന്ന് അങ്ങ് പറയുവാണ്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നു. അയ്യോ, പെൺകുട്ടികൾ കൊള്ളി വെക്കേ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ എല്ലാവരും ഒരു ഇതോടുകൂടി ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പം അവർ 3 പേരും മുന്നോട്ട് വന്നു. ഞങ്ങളുടെ അച്ഛന് ഞങ്ങൾ കൊള്ളി വെച്ചാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ ആ നാട്ടുകൂട്ടത്തെ മുഴുവനും സാക്ഷിയാക്കിക്കൊണ്ട് തൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് ആ പെൺമക്കൾ തന്നെ കൊള്ളി വെക്കുവാണ്. അങ്ങനെ കാവേരിയും അതുപോലെ ഗംഗയും ഒക്കെ ഇങ്ങനെ ചട്ടിയൊക്കെ ഇതാക്കി ആ ഒരു ഇതെല്ലാം ഇറനണിഞ്ഞ് ഇങ്ങനെ വരുവാണ്. അങ്ങനെ അവിടെ വന്നു അച്ഛന് കൊള്ളി 3 പേരും കൂടി വെച്ചു. ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ട് അച്ഛനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടാണ് മക്കൾ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അങ്ങനെ അരവിന്ദേട്ടൻ ഓർമ്മയായി മാറുകയാണ്. നാട്ടുകാരെല്ലാം പിരിഞ്ഞു പോയി. മക്കളാണെന്നുണ്ടെങ്കിൽ അവിടെ ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും കുറച്ച് പേര് ഇവരെ സമാധാനിപ്പിക്കാനും ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ ആയിട്ട് അടുത്തേക്ക് വന്നു. ജയപാലനാണെങ്കിൽ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽപ്പുണ്ട്. പക്ഷേ എന്തോ ഒരു ട്വിസ്റ്റ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ജയപാലൻ എന്തോ ഒരു മക്കടി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അരവിന്ദേട്ടനൊരു മരണം സംഭവിച്ചിരിക്കുന്നതും. ഇതൊരു സ്വാഭാവിക മരണമല്ല എന്നുള്ളത് മക്കൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു. കാരണം പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇവർ വീട്ടിൽ വന്ന് എല്ലാവരും ഓരോ മൂലയിൽ ഇങ്ങനെ ഇരുന്ന് പഴയത് ഓരോന്ന് എണ്ണി പറക്കി പറഞ്ഞും അച്ഛനെപ്പറ്റി ആലോചിച്ചും എല്ലാവരും ഇങ്ങനെ കരച്ചിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ കാവേരി ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുക കേട്ടോ. അച്ഛനില്ലാത്ത വീട്ടിൽ ഇനി എങ്ങനെ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് കാവേരി ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാവേരിയുടെ മുന്നിൽ അച്ഛൻ, മോളെ കാവേരി ഇങ്ങ് വാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ അച്ഛനെ ആ ഒരു ഇത് മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാവേരി കരഞ്ഞുകൊണ്ടിരുന്ന കാവേരിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. കാവേരി ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കി അച്ഛാന്ന് വിളിച്ചപ്പോഴേക്കും അച്ഛൻ അങ്ങ് മാഞ്ഞു പോയി. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ അദ്ദേഹം കൂടെ ഉണ്ട് എന്നുള്ളൊരിത് കാവേരിക്ക് തോന്നിയതാണ്. ഈ സമയത്ത് വിനോദാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നു. ആ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ചെയ്യാനും എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ നിന്നിങ്ങനെ എല്ലാം ചെയ്യും കേട്ടോ. ശാരദയാണെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ ദേഷ്യമൊക്കെ മറച്ചു വെച്ച് മക്കൾക്കും അതുപോലെ അരവിന്ദൻ്റെ ഭാര്യയ്ക്കും ഒക്കെ താങ്ങായും തണലായും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ അവിടെ കൂടെ തന്നെ ഇരിക്കുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി. അമ്മയൊക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗയും അനിയത്തിയും കൂടെ മുറിയിലിരിക്കുക. നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ചേച്ചി, നമ്മുടെ അച്ഛൻ നമ്മൾ ഉപേക്ഷിച്ച് പോയല്ലോ ചേച്ചി, എനിക്ക് അച്ഛനില്ലെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സ്വപ്നം കണ്ട് സന്തോഷിച്ച ദിവസമായിരുന്നു ഇന്നലെ എന്നിങ്ങനെ പറയുന്നു. തൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്വപ്നത്തിനിടയിലേക്ക് നമ്മുടെ അച്ഛൻ നമ്മുടെ അരികിൽ ഉണ്ടായിരുന്നതും അതുപോലെ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കാതെ അച്ഛനെയൊക്കെ താൻ സ്വപ്നം കണ്ടു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇരുന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അനിയത്തിക്കും ഭയങ്കര സങ്കടം, സഹിക്കാൻ മേലാതെ അതോടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ താൻ സ്വപ്നം കണ്ടതിങ്ങനെ അനിയത്തിയോട് പറഞ്ഞ് ചങ്കു പൊട്ടി കരയാണ് ചേച്ചി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാവേരി മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, ഇനി തോറ്റു കൊടുക്കരുത്, താൻ തോറ്റുപോയാൽ കുടുംബം മുഴുവനും തോറ്റു പോകുമെന്ന്. അമ്മയ്ക്കും ചേച്ചിക്കും അനിയത്തിമാർക്കും ഒക്കെ ധൈര്യം കൊടുത്തേ പറ്റൂ.
അച്ഛനില്ലാത്തിടത്തോളം കാലം ജീവിച്ചേ പറ്റുള്ളൂ, ജീവിക്കാതിരിക്കാനും സാധിക്കില്ല. ഈ സമയത്ത് അവിടെ ജയപാലനൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് അവിടെ അവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അന്നേരം ഉണ്ടായിരുന്ന ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ജയപാലന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജയപാലൻ്റെ സങ്കടമൊക്കെ പോയ വഴി പോലും കിളിർത്തിട്ടുമില്ല. ജയപാലനാണെങ്കിൽ സംഗതി കഴിഞ്ഞപ്പോഴത്തേക്കും തുത്തല പൊടിയും തട്ടി പോവുകയും ചെയ്തു. പക്ഷേ മകൻ പോകാൻ കൂട്ടാക്കിയില്ല. മകനെ ആണെങ്കിൽ അവിടെ നിർത്താനും വലിയത് ജയപാലനിട്ട് കാണിച്ചതുമില്ല. ഇതേ സമയത്ത് നമ്മുടെ കാവേരി ചേച്ചിയെയും അതുപോലെ അനിയത്തിമാരെയും ഒക്കെ വിളിച്ചു. അവരെന്നിട്ട് ഒരുമിച്ച് വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ട് ഒരിക്കലും പോയിട്ടില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ ഗംഗയോട് പറയാണ്, ചേച്ചി തളർന്നു പോകരുത്. നമ്മൾ തളർന്നു പോയാൽ നമ്മുടെ കുടുംബം, നമ്മുടെ അമ്മ ഒക്കെ തളർന്നു പോകും. ഒരിക്കലും നമ്മൾ തളർന്നു പോകാൻ പാടില്ല എന്ന് പറയണു. അവർക്ക് ധൈര്യം കൊടുക്കേണ്ടത് നമ്മളാണെന്നും പേളെ അനിയത്തിക്കുട്ടിക്കും അമ്മയ്ക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ള കാര്യം പറയുക. പിന്നെ ഒരിക്കലും അച്ഛനില്ലാത്തതിൻ്റെ ഒരു ദുഃഖം അമ്മയെ അറിയിക്കരുതെന്നും പറയുവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ അരവിന്ദൻ്റെ പെൺമക്കളായി തന്നെ ജീവിക്കണമെന്ന് പറയുന്നു. എല്ലായിടത്തും ആൺമക്കൾ എന്നുള്ള ഒരു പവർ കാണിക്കുമല്ലോ, ആ പവർ നമ്മൾ പെൺമക്കളാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കാവേരി ഇങ്ങനെ പറയാം. അച്ഛന് പൂർത്തിയാക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കണമെന്ന് പറയണു. നമ്മുടെ അച്ഛന് വേണ്ടി നമ്മൾ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയോടും അതുപോലെ അനിയത്തിയോടൊക്കെ കാവേരി ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക കേട്ടോ. തോപ്പിച്ചവരുടെ മുന്നിൽ ഇനി തോറ്റു പോകരുതെന്നും ഒക്കെ. അതുപോലെ തന്നെ കല്യാണക്കാര്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനെല്ലാം കിടക്കുവാണല്ലോ. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിവാഹമേ വേണ്ട എന്ന രീതിയിൽ നമ്മുടെ ഗംഗ അന്നേരം സംസാരിക്കുകയും ചെയ്തു. എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുക്കാൻ കാരണമായത് ഞാൻ കാരണമാണെന്ന് പോലും ഗംഗ ഇങ്ങനെ ഇരുന്ന് പറയും. അപ്പോൾ കാവേരി പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ചേച്ചി പറയരുത്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. പിന്നെ ചേച്ചി ഇങ്ങനെ തകർന്നു പോകരുതെന്നൊക്കെ പറയാം. അങ്ങനെ ചേച്ചിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കാവേരി ഇനി കുടുംബം നയിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് അച്ഛന് പൂർത്തിയാക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയേ പറ്റൂ എന്നുള്ളൊരിത്. അതേ സമയത്ത് ശാരദ വിനോദ് ഇങ്ങനെ ഒരു പട്ടിയെപ്പോലെ ആ വീടിന് കാവലായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പാവം എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്ത് എല്ലാ ഇതും. അപ്പോൾ ഇതെല്ലാം ഇവരെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ശാരദയാണെന്നുണ്ടെങ്കിൽ മോൻ്റെ അടുത്തേക്ക് വന്നിട്ട് മോനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഈ കുടുംബത്തിൽ ഇനി ഇവർക്ക് ഒരു കുറവും വരാതെ നീ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മയെയും മക്കളെയും നീ കൈവിടരുത് അങ്ങനെയെല്ലാം പറയുവാണ്. കാരണം വേറെ ആരും ഇല്ല എന്ന് ആ പുള്ളിക്കാരിക്ക് അറിയാം. അപ്പോൾ അമ്മ അത് പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യല്ലോ എന്ന് വിനോദ് അന്നേരം പറഞ്ഞു. അങ്ങനെ വിനോദിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മയെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ അരവിന്ദേട്ടൻ മരിക്കുന്നതിന് മുമ്പ് വിനോദിനോട് നീ എൻ്റെ കുടുംബത്തിന് താങ്ങായും തണലായും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം അതിങ്ങനെ നമ്മുടെ വിനോദിൻ്റെ മെമ്മറിയിൽ, അതായത് മനസ്സിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടായിരിക്കും അമ്മാവൻ അങ്ങനെ ചോദിച്ചത് എന്നുള്ളൊരിത്. ആ കാര്യം എന്നിട്ട് വിനോദ് അമ്മയോട് പറയുകയും ചെയ്തു. ഇങ്ങനെ അമ്മാവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരിക്കലും അരവിന്ദേട്ടൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമായിട്ട് തനിക്ക് തോന്നുന്നില്ല എന്ന കാര്യം പോലും ശാരദ ഇങ്ങനെ പറയാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ തകർന്നിരിക്കുന്ന ശാന്തയുടെയൊക്കെ ഇടത്തേക്ക് ചെല്ലുന്നുണ്ട് ഇവർ. അങ്ങനെ ഭക്ഷണം കഴിക്കാനും എന്തെങ്കിലും ഒന്ന് കഴിക്കുക, ഒരിട്ട് വെള്ളമെങ്കിലും കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക. പക്ഷേ ഇങ്ങനെ ഓരോ വാക്കുകൾ ഓരോരുത്തർ പറയുമ്പോഴും അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവർ വിങ്ങിപ്പൊട്ടി ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ. എന്തായാലും അരവിന്ദേട്ടൻ മരിച്ചെടുത്ത് നിന്ന് കഥ അവസാനിക്കുകയല്ല, അവിടുന്ന് പുതിയൊരു കഥ ആരംഭിക്കുകയാണ്. ഇനി ആ മക്കൾ അരവിന്ദേട്ടന് വേണ്ടി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിച്ച് കാണിക്കുന്ന ആ ഒരു കഥ അവരെ 4 പേരെയും തോൽപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ചതിക്കാനും പിറകിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിച്ച് കാണിക്കും എന്നുള്ളൊരു വാശിയോടെ ഈ 3 പെൺമക്കൾ അരയും തലയും മുറുക്കി ഇറങ്ങുന്നു തൻ്റെ അച്ഛന് വേണ്ടി, തൻ്റെ അച്ഛൻ്റെ ആത്മാവ് സന്തോഷിക്കാൻ വേണ്ടി. അങ്ങനെ അച്ഛൻ എന്നുള്ള ആ ഒരു വാക്കിൻ്റെ വിലയും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അതെന്തായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന, അച്ഛന് വേണ്ടി എങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെൺമക്കൾക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി തരുന്ന അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. ഇനിയാണ് കഥയുടെ ഗതി തന്നെ മാറാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.